أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. صدق الله العظيم. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത് അമ്പിയാക്കളെ, ഗ്രന്ഥങ്ങളെ, ഇൽമുകളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെ എല്ലാം നൽകി. എന്നിട്ട് ആഖിറത്തിന് പകരമായി ദുന്യാവിനെ തെരഞ്ഞെടുത്ത ഒരു വിഭാഗം. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്. ഫ എന്നത് അതിലേക്ക് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് എന്തുകൊണ്ട്? ഇവരെ ഈ തെരഞ്ഞെടുപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അദാബ് വരുമ്പോ അവർക്ക് ഇനി ഒരു ലഘൂകീകരണം ഉണ്ടാവില്ല. അതുണ്ടല്ലോ, ഒന്ന് ചെറുതാക്കി തന്നാളിന്ന് അവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുണ്ടാവില്ല. വലാഹും യുൻസറൂൻ. അള്ളാഹിന്റെ അദാബ് വന്നാൽ പിന്നെ സഹായത്തിന് ഒരു മനുഷ്യനെയും കിട്ടില്ല. വലാഹും, അവരല്ല, യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവരും അല്ല. വിഷയം തെരഞ്ഞെടുപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ മനുഷ്യന് തക്ലീഫുള്ളവനായത്. മൃഗങ്ങൾക്കില്ല. കാരണം മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് ശഹവത്ത് കൊണ്ടാണ്. മലക്ക് സൃഷ്ടിക്കപ്പെട്ട് അക്കല് കൊണ്ടാണ്. അതുകൊണ്ട് മലക്കിനും തക്ലീഫില്ല, മൃഗങ്ങൾക്കും തക്ലീഫില്ല. കാരണം മലക്കിന് തെറ്റ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് മലക്കിന്റെ മേലെ മനുഷ്യൻ വരുന്നത്. മനുഷ്യനാണെങ്കിൽ മലക്ക് മനുഷ്യന്റെ ഖാദിമാണ്, സർവന്റാണ്. എന്തുകൊണ്ട്? മലക്കിന് തെറ്റ് ചെയ്യാൻ കഴിയൂല. അവരെ അക്കല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിവേകം മാത്രമേ ഉള്ളൂ, വികാരമില്ല. മൃഗങ്ങൾക്ക് വികാരമേ ഉള്ളൂ, വിവേകമില്ല. അതുകൊണ്ട് മൃഗങ്ങൾ നരകത്തിൽ ഉണ്ടാവൂല. മലക്കും നമ്മളെപ്പോലെ സ്വർഗത്തിൽ ഉണ്ടാവില്ല. സ്വർഗത്തിൽ ഉണ്ടാവും നമ്മളെ സേവകന്മാരായിട്ട്. എന്തുകൊണ്ട്? ഒരു വിഭാഗത്തെ സൃഷ്ടിക്കപ്പെട്ട അക്കലുമുണ്ട്, മറ്റൊരു വിഭാഗത്തെ സൃഷ്ടിക്കപ്പെട്ട ഷഹവത്തുമുണ്ട്. നമ്മളെ സൃഷ്ടിക്കപ്പെട്ട രണ്ടും കൂടി കൂടിയിട്ടാണ്. നമ്മളിൽ അക്കലുണ്ട്, ഷഹവത്തുണ്ട്. അക്കല് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ട് ഏതായാലും ഒന്നിനെ തെരഞ്ഞെടുക്കാനുള്ള സവിശേഷ ബുദ്ധി നമ്മുടെ പ്രത്യേകതയാണ്, നമ്മുടെ കുത്തകയാണ്. അതിനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മനനം ചെയ്യാനുള്ള ശേഷിയുള്ള ആൾക്കാണ് മനുഷ്യൻ എന്ന് പറയാം. മനുഷ്യൻ മനനം ചെയ്യാൻ ശേഷിയുള്ള സൃഷ്ടി. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് മനനം ചെയ്യാൻ കഴിയില്ല. ഈ മനുഷ്യൻ അവന്റെ മനനം ചെയ്യാനുള്ള സദ്ഗുണ ശേഷിയെ ദുരുപയോഗപ്പെടുത്തിയാൽ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അതാണ് പിന്നെ അത് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. എന്നുള്ളതിന് നേരർത്ഥം പിന്നെ എന്നല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് മോശമായാൽ അത് കൊണ്ട് ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അദാബിന് കനം കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിയൂല. അള്ളാഹു താല അള്ളാഹിന്റെ അടുത്ത് അടിയണ്ട് പൊട്ടണേ കനം കുറഞ്ഞോന്നല്ല വരിക, ബടാജാതെ കിട്ടുക. ഇതിന് തഫ്സീൽ കാണാം. അടി അല്പം ദുന്യാവിലാവാൻ സാധ്യതയുണ്ട്. അടിയിട്ടുമ്പോൾ അല്പം ദുന്യാവിനും കിട്ടും. ഒരു ആക്സിഡന്റ് ആയിരിക്കാം. ആരെങ്കിലും എത്ര ബുദ്ധിജീവികളുണ്ടെങ്കിലും പറ്റുമോ? സഹായത്തിന് ഒരാളെയും കിട്ടൂല. സഹായത്തിന് ഒരാളെയും കിട്ടൂല. എല്ലാ ബുദ്ധിയും തകർന്നു പോകും. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അദാബ് വന്നാൽ തഖ്ഫീഫ് ഉണ്ടാവില്ല എന്നാണ്. വലാ ഹും യുൻസറൂൻ. അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ സഹായത്തിന് ഒരു മനുഷ്യനെ കിട്ടൂല. ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല. അദാബ് ഏതൊക്കെ കോലത്തിലാണ് വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീ ആയിട്ട് വരും, വിഷമായിട്ട് വരും, കാറ്റായിട്ട് വരും, ഇടിമിന്നലായിട്ട് വരും, മൃഗങ്ങളായിട്ട് വരും, രോഗങ്ങളായിട്ട് വരും. ഈ ലോകത്ത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു അഡ്വാൻസ് ഡോസ് ഉണ്ടാവുന്നതാണ്. ക്യാൻസർ ആയിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരലോകത്തെത്തിയാലോ
അതിശക്തമായ തീയാണ്. ഇവിടുത്തെ തീയൊന്നല്ല അവിടുത്തെ തീ. ഇവിടുത്തെ തീ തന്നെ കണ്ടാൽ നമുക്ക് പേടിയാണ്. അങ്ങനെ അങ്ങോട്ട് വരുന്ന നിങ്ങൾ ആ ചിത്രം കണ്ടില്ല, അങ്ങനത്തെ തീയൊക്കെ കണ്ടാൽ നമുക്ക് ബേജാറാണ്. അത് അവിടുത്തെ തീയിന്റെ എത്രയോ കട്ടി കുറഞ്ഞ് ആ തീക്കൊക്കെ നരകത്തുനിന്ന് ഒരാളെ എടുത്തിട്ടാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ കിതാബ് കണ്ടല്ല, കിതാബ് കണ്ടതിന്റെ രത്ന ചുരുക്കാണ്. പക്ഷെ ഇത് എന്നെ ആദ്യം കേൾപ്പിച്ചതിന്റെ വല്യമ്മയുടെ ഈ വാക്ക്. നമുക്കൊക്കെ നരകത്തിന്റെ തീച്ചൂട് തലയിൽ കയറാൻ കാരണം ഈ ഒറ്റ വാക്കാണ്. കളിച്ചു കിടക്കണ കാലത്ത്, മദ്രസ പഠിക്കണ കാലത്ത് വല്യമ്മേന്റെ റൂമൊക്കെ വന്നപ്പോ വല്യമ്മ കാര്യമാണ്. അപ്പൊ അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും മനേ എന്റെ കുട്ടിക്ക് അറിയോ നരകം. അതിൽ പിന്നെ നമ്മളെ കളിയും തമാശം കൃത്തിയിട്ട് അത് കേൾക്കാനുള്ള റെഡിയിലായിരിക്കും. അപ്പൊ ഒരു ദിവസം പറഞ്ഞു, നരകത്തിന്റെ വിറകടാ മനുഷ്യന്മാര്. നരകത്തിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെടുത്തിട്ട് ദുനിയാവിലെ തീക്കിടുകയാണെങ്കിൽ പുതപ്പ് മൂടി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നരകം എന്താണ്. അതാണ് തഖ്ഫീഫ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം. ഇനി അവിടെ എന്ത് തഖ്ഫീഫാ? ഊഖിദ അലൈഹ അൽഫസന ഹത്ത അഹ്മറത് സുമ്മ ഊഖിദ അലൈഹ അൽഫസന ഹത്ത ബിയളത് സുമ്മ ഊഖിദ അലൈഹ അൽഫസന ഹത്ത സ്വദത്. ഇതാണ് നരകം. ലാസ്റ്റ് ഫഹിയ സൗദാഉ മുദ്ലിമ. ഒരു ഹദീസാണ്. ഇത് ചൂടാവാൻ പടച്ചോൻ 1000 കൊല്ലം കത്തിച്ചു. നരകം 1000 കൊല്ലം കത്തിച്ചു. നരകത്തിന്റെ കളറ് ചോന്ന കളറായി. തീ തുടങ്ങല് ചോന്ന കളറായിട്ടാണ്. മഞ്ഞ പോയിട്ട് ഈ ചോപ്പും കൊണ്ടുവരും നല്ല ചൂടായാല്. തുമ്മ ഊക്കിയതാലിയ അൽഫസന. പിന്നെയും ചൂടായപ്പോ തീയിന്റെ കളറ് വെളുത്തു. നരകത്തിന്റെ ഈ 2 കളറും ഇവിടുന്ന് നമുക്ക് കാണാം. ചോപ്പുതാ വെള്ളതാ. ഇത് അടുപ്പ് നോക്കിയാലും കാണാം. ഇത് ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടപ്പോ തീകോളം വന്നപ്പോ ഈ 2 കളറായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ചോപ്പുണ്ടായിരുന്നു, വെള്ള ഉണ്ടായിരുന്നു. നല്ല ചൂടായ വെള്ളാവും, ചൂട് തുടങ്ങിയ ചോപ്പ് പോകും. ഇനി തീനൊരു കളറുണ്ട്, അത് കറുപ്പാണ്. അത് ദുനിയാവെന്ന് കാണൂല. ഫഹിയ സൗദാഉ മുദ്ലിമ. നരകത്തിന്റെ ഇപ്പോഴത്തെ കളറ് കൂരിരുട്ട് പോലെ കറുത്തിരുണ്ട ഭീകരമായ ഗേഹമാണ് നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ആയത്തിന് അർത്ഥം വെച്ച് നോക്കൂ. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്. അവിടെ എത്തിയിട്ട് അദാബ് പൊട്ടുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിഞ്ഞ് എങ്ങനെ കുറക്കാനാ? ഇത് എങ്ങനെ കുറക്കാനാ? വലാഹും യുൻസറൂൻ. കിട്ടേണ്ടത് കിട്ടി തുടങ്ങിയാൽ സഹായത്തിന് തപ്പിയ ഒരു മനുഷ്യനൊട്ട് കാണൂല. ഈ താന്നൂരുകാരനൊരു കവാലിക്കാരനുണ്ട്. ആള് പാടിയൊരു പാട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഊരല്ല റബ്ബെ കത്തി ഊരല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ വണ്ടിയിൽ വെച്ച് കേൾക്കുന്ന ആസ്വദിക്കുന്ന പാട്ടാണ്. കേച്ച് പാടിയൊരു പാട്ടാണ്. ഊരല്ല റബ്ബെ കത്തി ഊരല്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഊരിക്കഴിഞ്ഞാൽ കുടുങ്ങി. അതാണ് ഊരിക്കഴിഞ്ഞാൽ കുടുങ്ങി. അള്ളാന്റെ കത്തി ഊരിക്കഴിഞ്ഞാൽ കുടുങ്ങി. നമ്മളെ കത്തി ഉറയൊക്കെടുത്തേക്കും. കുത്തിയാലൊരു പരിധിണ്ട്. അള്ളാന്റെ കത്തി ഉണ്ട്, അദാബിന്റെ കത്തി. അത് ഊരിക്കഴിഞ്ഞാൽ കുടുങ്ങി. ആരുണ്ടായിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനൊന്നും ചെയ്തു തരാൻ കഴിയില്ല. കാരണം ഇടപെട്ടത് റബ്ബാണ്. അവിടെ ഇനി ആർക്കൊന്നും ചെയ്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആയത്ത് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 4 ദിവസം നമ്മൾ ഈ ഒരു ചെറിയ ആയത്തിന്റെ കൂടെ ആയിരുന്നു. ഇന്ന് തൽക്കാലം, അല്ലെങ്കിൽ ആ ഫാ എന്നുള്ള അക്ഷരം തന്നെ മണിക്കൂർ വിശദീകരിക്കാണ്ട്. ഇന്ന് തൽക്കാലം അടച്ചു നിർത്തുകയാണ്. അദാബ് വന്നാൽ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻസറൂൻ. ഭീതിതമായ നരകത്തിന്റെ കഠിന കഠോരമായ അദാബിന് പാത്രമായാൽ പിന്നെ അതൊന്ന് ലഘുവായി കിട്ടണമെന്ന് അന്വേഷിക്കുന്നത് വങ്കത്വമാണ്, വിഡ്ഢിത്തമാണ്. അത് സാധ്യമല്ല. ആ നരകത്തിൽ കിടക്കുന്നവർ സഹായിക്കപ്പെടുന്നവരും അല്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം. അതിൽ നിന്ന് അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഞാൻ പെട്ടെന്ന് ഈ നരകത്തിന് രക്ഷപ്പെടാനുള്ള ഈ സന്ദർഭത്തിനകത്തൊരു ചെറിയ കാര്യം പറഞ്ഞേറ്റേ. നല്ല കാറ്റുള്ള സമയമാണ്. റോട്ടിലും വഴിയിലൊക്കെ മരത്തിൻ്റെ കമ്പുകൾ വീണെടുക്കുന്നുണ്ടാവും. അത് ജനങ്ങൾക്ക് സൗകര്യത്തിൽ നിന്ന് മാറ്റി കൊടുത്താൽ പെട്ടെന്ന് സ്വർഗം കിട്ടും. ബൈനമാ റജുലുൻ യംശി, ഇത് ബുഖാരി ഇമാമിന്റെ ഹദീത്താട്ടോ ഈ പറയണത്. ഒരാളിങ്ങനെ നടന്നു വരിക, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്താണ്. ഒരാളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വജദ, അയാൾ കണ്ടു ഹുസ്ന ഷൗക്കിൻ, വഴിയില് മുള്ളിന്റെ ഒരു കമ്പ് കണ്ടു. അങ്ങനെ മുള്ളൊക്കെ വീണ് എടുക്കുമല്ലോ, കാറ്റിന് മുള്ളിന്റെ ഒരു കമ്പ് വീണ് കിടന്നാണ് വഴിയിൽ. അയാൾ എടുത്ത് ഒഴിവാക്കി. ഫശക്കറല്ലാഹുല, അള്ളാഹു അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തിയെന്നാണ്. അള്ളാഹ് നന്ദി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹദീസിൽ തന്നെ അപ്പുറത്ത് പറയുന്നത് ഫഅഫറല, അയാളെല്ലാ ദോഷം പുറത്തു കൊടുത്ത് ആട് കയറ്റി. നമ്മളൊക്കെ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരുപാട് മുള്ളും കമ്പും ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വഴിന്ന് തടസ്സം നീക്കുക എന്നുള്ളത് അത് കലിമന്റെ ശാഖയിൽപ്പെട്ടാണെന്ന് ബുഖാരി ഇമാമിന്റെ ഹദീസിൽ ഇമാതത്തുൽ അദാനി ത്വരീഖ്. നല്ല അമലാണ്, പെട്ടെന്ന് സ്വർഗം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളാണ് നടന്നു കഴിഞ്ഞു എന്ന് തോന്നരുത്. ഇനി ഒരുപാട് ആൾക്കാരെ കൂടി നടക്കാണ്ട്. നമുക്ക് അങ്ങനെയാണ്, നമ്മൾ കഴിഞ്ഞില്ലേ, ഇനി വരുന്നവരായിക്കോട്ടെ എന്ന്. അങ്ങനത്തെ ഒരു കിട്ടൂല. നമ്മളിത് കഴിഞ്ഞല്ലോ, എൻ്റെ പെണ്ണുങ്ങളും ഞാനും കുട്ടികളും പോലെ ഇനി വരുന്നവരായിക്കോട്ടെ, അങ്ങനത്തെ ഒരു കിട്ടൂല. ഇനി ഇതിൽ കൂടെ ഒരുപാട് മനുഷ്യന്മാർ നടക്കാനുള്ളതല്ലേ. കയ്യാണ്ട് കയറ്റുക, ഇസ്തിരിട്ട തുണിങ്കുപ്പായിരിക്കും, ചിലപ്പോൾ അയിമന്ന് തെറിച്ചിട്ട് ചളിയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതിനല്ലേ ഇപ്പൊ ഈ സ്വർഗം കിട്ടുന്നത്. അല്ല ഇസ്തിരി ചുളിയാതെ ഇപ്പൊ ഇത് കിട്ടുക. എന്റെ പുതിയ കുപ്പായോ അങ്ങനെ കരുതരുത്, ചിലപ്പം ചളിയൊക്കെ തെറിച്ചേ വരൂ. അതൊന്നും അങ്ങോട്ട് മാറ്റുക, അങ്ങോട്ട് എടുക്കുക പെട്ടെന്ന്. ഇനിയിപ്പോ അവിടെ നിന്നല്ല, പള്ളിയിൽ കൂടി പോണ സമയത്ത് തടസ്സം കണ്ടു, ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മുള്ളു കണ്ടു, എന്തെങ്കിലും കണ്ടു, അല്ലെങ്കിൽ വഴി കണ്ടു, ഇറങ്ങണോടത്ത് കണ്ടു, അതൊക്കെ നിർത്ത് കൊടയാ മാറ്റുക. ഭയങ്കര കൂലിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി വഗ്ഫിർ ലനാ വലിവാലിദിനാ വലിഅസാതിദിനാ വലിഅസ്വാജിനാ വലിദുരിയാതിനാ വലിമൻ ദുഫിനു ഹൗല ഹാദൽ മസ്ജിദ് വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.